റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള സാധ്യതകൾ. ഇപ്പോൾ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം ബേസിക്കലി ഞങ്ങളിപ്പം റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് എന്ന് പറയുന്ന ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആണ്. ഇപ്പം കറൻ്റ്ലി ഞങ്ങളൊരു പ്രോഡക്റ്റ് DRDO ആയിട്ട് ചേർന്ന് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് വെച്ച് മനസ്സിലാവുകയാണെങ്കിൽ ഡിഫൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാര്യം ഇപ്പം നിങ്ങൾ യുക്രൈൻ റഷ്യ വാറ് കണ്ടിട്ടുണ്ടാകും റീസെൻ്റ്ലി. ഈവൻ റഷ്യ പോലൊരു വലിയ മിലിറ്ററി പവറിനെ പോലും എന്തുകൊണ്ടാണ് യുക്രൈനിന് കുറേ പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ടെന്നല്ല, സ്മാർട്ടറായിട്ടുള്ള ആക്ഷൻ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ടർ ആക്ഷനിലൂടെ എത്ര വലിയ എക്വിപ്മെൻറ്റിനെ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാനോ പറ്റും. ഇപ്പം നമ്മുടെ ഇന്ത്യ പോലൊരു സാഹചര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എയറിൽ നിന്നുള്ള അറ്റാക്കും അതുപോലെ തന്നെ ഇപ്പോൾ സമുദ്രത്തിൽ നിന്നും അങ്ങനെ പല സൈഡിൽ നിന്ന് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസോ കാര്യങ്ങളോ ഉപയോഗിച്ചാലായിരിക്കും കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സ്വാം ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ സ്വാം ബേസ്ഡ് ആയിട്ടുള്ള റോബോട്ടുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോഴത്തെ റോബോട്ടുകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം ബാറ്ററി പവർ ആയാലും പല കാര്യത്തിലായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്, ആക്ച്വേറ്റേഴ്സിൻ്റെ കേസിലായാലും. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു സ്വാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ റോബോട്ടുകളെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിച്ചിട്ടാണ് അതെല്ലാം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നമുക്ക് ഒരു ആക്ഷനിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ചൈനയൊക്കെ നമ്മുടെ ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡായി പോയിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളെപ്പോലുള്ള എൻ്റർപ്രണേഴ്സൊക്കെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ഇപ്പം ഐഡെക്സ് പോലുള്ള ഇവൻറ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് രീതിയിലുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മിലിറ്ററി. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല IITസും എയിംസും കൂടി കൊളാബറേറ്റ് ചെയ്ത് പല കോഴ്സസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലുള്ള കോഴ്സസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇപ്പം കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നതിൽ ചിലപ്പം ഒരുപാട് ആൾക്കാരെ ചിലപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും അതുപോലെ തന്നെ പല ഓർഗനൈസേഷനും സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരെണ്ണത്തിന് ഫണ്ടിങ് ഇപ്പം കേരളത്തിൽ നിന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരാൾ ഇപ്പം ചിലപ്പം ഈ ഇവൻറ്റിൽ തന്നെ റിജക്റ്റഡ് ആയി എന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നലാണ്. നിങ്ങളുടെ ഐഡിയ മോശമായതുകൊണ്ടായിരിക്കില്ല, ചിലപ്പം നമ്മുടെ കൾച്ചറിൽ അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഐഡിയയെ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഇപ്പോൾ ഒരുപാട് രീതിയിൽ ഇപ്പം നിങ്ങളുടെ ഒരു ഐഡിയ മോശമാണെന്ന് ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ വേറൊരാൾക്കോ പറയാൻ പറ്റില്ല. ഇവിടെ മോശമാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഐഡിയകൾ പൊട്ടൻഷ്യലി പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പം നിങ്ങൾ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടാകും, ചില ബിസിനസ്സുകാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഒന്നും വലിയ എഡ്യൂക്കേഷൻ ഉണ്ട ആൾക്കാരൊന്നും ആയിരിക്കില്ല. അവർ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങളും പല കാര്യങ്ങളും അവരെ റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിപ്പം പല ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ഒരു ഐഡിയ എങ്ങനെ ഫീസിബിൾ ആവണം പറ്റും. ഇപ്പം നിങ്ങൾക്ക് പല ഏജൻസികളും അതുപോലെ തന്നെ മെൻറ്റേഴ്സിന് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും പേറ്റൻറ്റ് ചെയ്യുകയോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു മെൻറ്ററിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലി ഉള്ള ഫെയിലിയേഴ്സ് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന പല ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ തന്നെ എല്ലാം ട്രൈ ഔട്ട് ചെയ്യുമായിരുന്നു, പലതും ഫെയിലാവും. അപ്പോൾ ഇതെല്ലാം മെത്തേഡ് ഇപ്പോൾ എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും പലതിലും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇന്നത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്മാർട്ടാണ്. ChatGPT അതുപോലുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ടൂളുകളുണ്ട്. ഇപ്പം നിങ്ങൾ നാളെ ചിലപ്പം എത്ര ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുക അതിലാണ് കാര്യം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയണ്ടേ, കുറച്ചിപ്പം ടെക്നോളജി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു 3 years കൊണ്ടാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 6 months പോലും നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. ഈവൻ ഒരു എക്സ്പീരിയൻസ് പോലും നിങ്ങൾക്ക് ഒരു വലിയ പ്രസക്തമല്ലാത്തൊരു കാലത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പല AI ടൂളുകൾ വെച്ചിട്ടും ഒരു പരിധിവരെ എക്സ്പീരിയൻസിനെ വരെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ. ഈവൻ നാളെ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു മികച്ച ഒരു പ്രോഡക്റ്റ് എന്ന് കണ്ടിരിക്കുന്ന ഒരു സാധനം, ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിരിക്കും അതിനെ മോഡൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇനിയുള്ളൊരു കാലഘട്ടത്തിലെന്ന് വെച്ചാൽ AI ബേസ്ഡ് ആയിട്ടുള്ള ടൂള് അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ ഈവൻ 3D മോഡൽസ് വരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് AI ബേസ്ഡ് ടൂൾ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവുന്നു. അപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ പറയണ്ടേ, ഒരു ടെക്നോളജി ക്രിയേഷൻ കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി പറ്റില്ല ഒരു 10 years കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അത്രയും ഫാസ്റ്റായിരിക്കണം നിങ്ങളുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റും. നിങ്ങളൊരു റൈറ്റ് ടൈമിലാണ്. കാര്യം നിങ്ങൾ കോളേജിൽ നിന്ന് തന്നെ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടും മുന്നോട്ട് പോകുമ്പോഴുള്ള സസ്റ്റൈനബിലിറ്റിക്കും പല കാര്യങ്ങളിലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന ഗ്ലാമർ പലപ്പോഴും ഉള്ളിൽ കാണില്ല. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരാൾക്ക് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പുള്ളിയുടെ മുകളിൽ കൂടി ഇനിഷ്യൽ പീരീഡുകളിൽ വർക്ക് ചെയ്താൽ മാത്രമേ അയാൾക്കും കൂടി നമുക്ക് ഒരു സാലറി കൊടുക്കാൻ പറ്റൂ. ചിലപ്പം പുള്ളി വന്ന് വർക്ക് ചെയ്തിട്ട് ഒരു റവന്യൂ അയാളെ കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യിക്കാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ ഒരു പീരീഡിലേക്ക്, ഒരു ടെക്നോളജി റിലേറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും.